ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. നത്താരിൽ മാനിനി മണാളൻ പുരാണപുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനൻ ഇതി ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. പൂമാതാവായ ലക്ഷ്മിയുടെ പ്രിയതമനും പുരാണപുരുഷനും ഭക്തവത്സലനുമായ അല്ലയോ ഭഗവാൻ, അങ്ങ് ആദിയും അന്തവും ഇല്ലാത്തവനാണ്. അച്യുതനായ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ഒരു കളിപ്പന്തലൊരുക്കി എന്നും മനസ്സിൽ വിളയാടുക. നാരായണ നമസ്കാരം. ഭഗവാൻ ആദിയും അന്തവും ഇല്ലാത്തവനാണ്. കാലദേശങ്ങൾക്ക് അതീതൻ. കാലദേശാവധിഭ്യാം എന്ന് ഭട്ടതിരി. കാലദേശങ്ങൾക്ക് കാരണമാണ് അവിടുന്ന്. അതിനാൽ പുരാണപുരുഷനാണ്. അതിനു മുമ്പ് മറ്റൊന്നില്ല. ഭഗവാനെ സഗുണമായും നിർഗുണമായും കാണാം. ലക്ഷ്മീപതിയായി സഗുണാരാധന നടത്താം. വിഷ്ണുവായി എങ്ങും വ്യാപിച്ചിരിക്കുന്ന ബോധസ്വരൂപനായും കാണാം. ആദ്യം ബുദ്ധിക്ക് ഏകാഗ്രത വരുത്തുന്നതിന് സഗുണോപാസനയാണ് ഉചിതം. പിന്നീട് ധ്യാനമോ ജ്ഞാനമോ യോഗമോ സ്വീകരിക്കാം. ഏത് മാർഗം അവലംബിച്ചാലും ശക്തിക്ക് ഉറവിടമായ ലക്ഷ്മീപതിയായ സഹസ്രദളപത്മത്തിൽ വിരാജിക്കുന്ന ബോധചൈതന്യത്തിന് ഉണർവുണ്ടാകും. അതോടെ ജീവിതം ധന്യധന്യമായി തീരും. ഇതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ഭഗവാൻ ച്യുതിയില്ലാത്തവനാണ്, അച്യുതൻ. ഒരിക്കലും ഒരു മാറ്റവും ഇല്ല. അകമേ ആ പ്രകാശം നിത്യദീപ്തമാണ്. ആ ദീപ്തിക്ക് മങ്ങലേൽക്കില്ല. ബോധാനന്ദ സ്വരൂപമായി എന്നും ഉള്ളിലിരിക്കുന്ന ജഗദീശ്വരൻ സദാ ഓർമ്മയിലുണ്ടാകട്ടെ. ചിത്തവൃത്തി ഈ സ്മരണ സദാ നിലനിർത്തുക എന്നതാണ്. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടുക എന്ന് ആചാര്യൻ പ്രാർത്ഥിക്കുന്നു. അന്ധകരണത്തെ നാലായി തിരിക്കാം. ഒന്ന് മനസ്സ്, അത് ലോകവ്യവഹാരങ്ങളിൽ കറങ്ങുന്നു. 2 ബുദ്ധി, അതാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. 3-ാമത്തേത് അഹങ്കാരം, അതിനാണ് അഭിമാനബോധം. 4-ാമത്തേതാണ് ചിത്തം, അവിടെയാണ് വിശകലനങ്ങൾ. ചിത്തത്തിൽ ഭഗവാനുണ്ട് എങ്കിൽ പിന്നീട് മറ്റൊരു ഒട്ടലും ഉണ്ടാകുകയില്ല. ആശ്രയിക്കുന്ന ഒന്നിൽ മുറുകെ പിടിക്കുക. സത്യോന്മുഖമായ സഞ്ചാരത്തിന് സാത്വിക ഭക്തി ഉചിതമാണ്. അതിനാലാണ് നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ എന്ന് നാരായണ ഭട്ടതിരി നാരായണീയത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത്.